ഹലോ അസ്സലാമു അലൈക്കും. അല്ലൂസ് ഫാഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്നും ഒരുപാട് പുതിയ കളക്ഷനുമായിട്ട് തന്നെയാണ് വന്നത്. അതിനോടൊപ്പം എനിക്കൊരു റിക്വസ്റ്റും കൂടിയുണ്ട്. വീഡിയോ കണ്ടിട്ട് ഓർഡർ ആക്കുന്ന എല്ലാവരും എനിക്ക് കോളാണ് കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാട്സപ്പിൽ മെസ്സേജും ചെയ്യുന്നുണ്ട്, എങ്കിലും ഒത്തിരി പേര് എനിക്ക് കോള് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, കോള് ചെയ്താൽ എനിക്ക് എടുത്തിട്ട് റിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കാനുള്ള ടൈമില്ല. ഒരാളുടെ കോള് എടുത്ത് സംസാരിക്കുന്ന ടൈമിൽ ഒരു 3-4 പേർക്ക് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ കഴിയും. കൂടാതെ നിങ്ങൾക്ക് എന്ത് ചോദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ഞാനത് കൃത്യമായി തന്നെ മറുപടി തരുന്നതായിരിക്കും. നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഒരാളിന് മാറി മറുപടി കൊടുക്കാൻ പറ്റും. പക്ഷേ കോളാക്കുമ്പോൾ ഒരാളിനെ എടുത്ത് കോള് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാനോ ഒന്നിനും കഴിയില്ല. പിന്നെ രണ്ടാമത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കോൾ വരുമ്പോൾ ഞാൻ കട്ടാക്കി വിടുമ്പോൾ അത് വിളിക്കുന്ന ആരായാലും അവർക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ നമ്പർ സേവ് ചെയ്ത് കോളാക്കി വിവരങ്ങൾ അറിയാനായിട്ട് വിളിക്കുമ്പോൾ നമ്മൾ കട്ടാക്കി വിടുമ്പോൾ അത് അവർക്കും ഒരു വിഷമം ഉണ്ടാവും. കട്ടാക്കി വിടുന്നതെന്ന് വെച്ചാൽ വാട്സപ്പിൽ ആർക്കെങ്കിലും റിപ്ലൈ കൊടുക്കുകയോ വോയിസ് ഇടുകയോ അല്ലെങ്കിൽ പേയ്മെൻറ്റ് ചെയ്തെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും കോൾ വരുന്നത്. അപ്പം എടുക്കാൻ കഴിയാത്തത് കൊണ്ട് കട്ടാക്കി വിടുന്നതാണ്. അപ്പോൾ വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഗ്രൂപ്പിൽ പറയാൻ പറ്റില്ല, എനിക്ക് വീഡിയോയിൽ തന്നെ അത് പറഞ്ഞാലേ ഇനി വീഡിയോ കാണുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോളാക്കാം, ഒരു പ്രശ്നമില്ല. പിന്നെ കൂടാതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കോൾ വരുമ്പോൾ ഓർഡർ ആക്കുന്ന ആരുടെയെങ്കിലും നമ്പറോ എന്തെങ്കിലും മിസ്റ്റേക്കോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഐറ്റം അവിടെ എത്തിയിട്ട് നിങ്ങളെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലും ഒക്കെ DTDC നിന്നായാലും പോസ്റ്റിൽ നിന്നായാലും ഞങ്ങളെ ആയിരിക്കും കോൺടാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കോൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആരാണ് വിളിക്കുന്നതെന്ന് അറിയാത്തത് കൊണ്ട് ചിലപ്പോൾ ആ കോളും കൂടി മിസ്സായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ആർക്കും വിഷമമൊന്നും തോന്നണ്ട, അല്ലാതെ ഞാൻ നോർമലി ആയിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്നും ഒരുപാട് പുതിയ കളക്ഷനുമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വാങ്ങാനും കഴിയുന്ന റേറ്റിനുള്ള കളക്ഷനുകൾ തന്നെയാണ്. ഇനിയിപ്പോൾ പെരുന്നാളാണ് വരുന്നത്, പെരുന്നാളിലേക്കുള്ള ഒരുപാട് പുതിയ കളക്ഷനുകൾ വരാനുണ്ട്. ഇന്ന് ഞാൻ ഇതിൽ ഓരോ മെറ്റീരിയലിൻ്റെയും ഫാബ്രിക്കും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇമ്പോർട്ടഡ് ഫാബ്രിക് എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത് ഒരു അബായൊക്കെ യൂസ് ആക്കുന്ന ഒരു ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയൽ തന്നെയാണ്. ജോർജറ്റ് പോലെയല്ല, അല്ലാത്ത ഒരു മെറ്റീരിയലാണ്, കോട്ടണും അല്ലാത്ത ഒരു മെറ്റീരിയലാണ്. അത് എന്തായാലും ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ്. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടെ ഒന്ന് എനേബിൾ ആക്കണം. കൂടാതെ ഷോർട്സ് വീഡിയോയും കൂടി ഒന്ന് ഫോളോ ചെയ്യണം. ആദ്യമായിട്ട് ഓർഡർ ആക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഓർഡർ ആക്കേണ്ട രീതി, മുകളിലൊരു നമ്പർ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഏത് ഡ്രസ്സാണോ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. ആ നമ്പറിലേക്ക് തന്നെ നിങ്ങളുടെ സൈസും കൂടി ചേർത്ത് വാട്സപ്പ് ചെയ്യണം. വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് കിട്ടും. കൂടുതൽ ഫോട്ടോസ് വേണമെന്നുള്ളവർക്കോ അല്ലെങ്കിൽ കൂടുതൽ കളക്ഷൻ വേണമെന്നുള്ളവർക്കോ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ആവാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഴയ വീഡിയോ ഒന്ന് വാച്ച് ചെയ്തിട്ട് ഏതൊക്കെയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഒരുമിച്ച് അയച്ചാലും മതിയാവും. ഓരോ ദിവസവും ഇടുന്ന കളക്ഷനുകൾ അന്നന്ന് തന്നെ സോൾഡ് ഔട്ട് ആവുകയാണ്. അപ്പോൾ ചിലപ്പോൾ 1-2 ദിവസത്തേക്കേ കാണുള്ളൂ. അത് കഴിയുമ്പോൾ വീണ്ടും കുറേ ദിവസം കഴിയുമ്പോൾ റീസ്റ്റോക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാത് വീഡിയോ തന്നെ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കാൻ നോക്കണം എല്ലാവരും. പിന്നെ സൈസൊക്കെ എല്ലാവരും കറക്റ്റ് തന്നെ ആക്കിയിട്ട് എടുക്കണം. ഇനി ഇത് വരുമ്പോൾ റിട്ടേൺ അയക്കാനും പിന്നെ വീണ്ടും എക്സ്ചേഞ്ച് ആക്കി എടുക്കാനും ഒക്കെ ഉള്ള ടൈം കാണില്ല. അത് മാത്രമല്ല സൈസിൻ്റെ ഇഷ്യൂവിൽ റിട്ടേൺ ഓപ്ഷൻ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഏത് സൈസാണോ അവൈലബിൾ ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ സ്യൂട്ട് ആവുന്നത് ആ സൈസ് തന്നെ നോക്കിയെടുക്കണം. ചെസ്റ്റ് സൈസ് എന്ന് പറയുന്നത് XLകാർക്കും 42, പിന്നെ XXLകാർക്ക് 44, 3XL 46, 4XL 48, ആ ഒരു രീതിക്കാണ് പോകുന്നത്. അപ്പോൾ അബായ യൂസ് ആക്കുന്നവർക്ക് അബായ ഗൗണിന് അബായയുടെ സൈസിനല്ല ഗൗൺ എടുക്കാനുള്ളത്. അബായയുടെ സൈസും ഗൗണിൻ്റെ സൈസും രണ്ടും രണ്ടാണ്. അബായ കുറച്ച് ലൂസായിട്ട് യൂസ് ആക്കുന്ന ഒരു ഡ്രസ്സും ഗൗണ് കുറച്ചുകൂടെ ഒന്ന് ഫിറ്റായി നിൽക്കുന്ന ഒരു ഡ്രസ്സുമാണ്. അപ്പോൾ അബായയുടെ സൈസിനെടുത്താൽ ഷോൾഡറൊക്കെ ഇറങ്ങി ആ ഒരു രീതിക്കായി പോകും. അപ്പോൾ അതുകൊണ്ട് സൈസ് നിങ്ങൾ യൂസ് ആക്കുന്ന സൈസിൻ്റെ ചെസ്റ്റ് സൈസ് എത്രയാണോ ആ ഒരു സൈസ് വെച്ചിട്ട് വേണം ഗൗണെല്ലാം ഓർഡർ ആക്കാൻ. ഇപ്പോൾ ഒരുപാട് പേർക്കുള്ള സംശയങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി തന്നെ പറയുന്നത്. എന്നും കേൾക്കുന്നവർക്ക് എന്നും വാങ്ങുന്നവർക്ക് ചിലപ്പോൾ ഒരു ഡിസ്റ്റർബ് ആവാം. എങ്കിലും പുതുതായിട്ട് ഒരുപാട് പേര്
വരുന്നുണ്ട്. അപ്പോൾ അവർക്കൂടെ വേണ്ടിയിട്ടാണ് വീഡിയോയിൽ തന്നെ എല്ലാം ക്ലിയറായിട്ട് പറയുന്നത്. പിന്നെ ഉള്ളൊരു കാര്യം, നിങ്ങൾ ഓർഡർ ആക്കുമ്പോൾ നിങ്ങൾക്ക് സാധനം കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ എടുത്തുകൊണ്ട് തന്നെ പാഴ്സൽ പൊട്ടിക്കാൻ നോക്കണം. എന്തെങ്കിലും ഡാമേജോ ഇഷ്യൂക്കോ ആ ഡ്രസ്സിനുണ്ട് എങ്കിൽ ആ വീഡിയോയിൽ തന്നെ ക്ലിയറായിട്ട് കാണിച്ചിട്ട് വേണം വീഡിയോ ഓഫ് ആക്കാനായിട്ട്. എങ്കിൽ മാത്രമാണ് റിട്ടേൺ ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഓർഡർ ആക്കുന്ന ടൈമിൽ നിങ്ങളുടെ ഫുൾ അഡ്രസ്സ്, നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, പോസ്റ്റ് ഓഫീസിൻ്റെ സ്ഥലം, നിങ്ങളുടെ ജില്ല, പിൻകോഡ്, വിളിച്ചാൽ കിട്ടുന്ന 1 2 ഫോൺ നമ്പരും ഇതും കൃത്യമായിട്ട് തന്നെ അയച്ചു തരണം. ഇപ്പോൾ പിൻകോഡൊക്കെ ഇല്ലാതെ ഒരുപാട് പേര് അഡ്രസ്സ് അയക്കുന്നുണ്ട്. പിൻകോഡ് മാറിയിട്ടൊക്കെ അയക്കുന്നവരുണ്ട്. അങ്ങനെ പിൻകോഡ് മാറിപ്പോയാൽ വേറെ എങ്ങോട്ടെങ്കിലും ആയിരിക്കും അയക്കുന്ന ഡ്രസ്സുകൾ പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഡ്രസ്സുകളുടെ കളക്ഷൻ. എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു പുതിയ വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. വീഡിയോ ഫുള്ളായിട്ട് കാണണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ആക്കി വെക്കണം. ഷോർട്സ് വീഡിയോയും ഫോളോ ചെയ്യണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇവിടം വരെ എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. തുടർന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ നടത്തുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. ഒരുപാട് കളക്ഷൻ്റെ ഇനിയും വീഡിയോ ആയിട്ട് കൊണ്ടുവരാനുണ്ട്.